ആന്റോ അഗസ്റ്റിൻ, വിഷയങ്ങളാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. എന്തു പറഞ്ഞ് മുന്നണി വിടും എന്നുള്ളതാണ് ചോദ്യം. ഭരണവിരുദ്ധ വികാരം എന്നുള്ള UDF നെറേറ്റീവിനോട് നിലവിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം യോജിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ വർഗീസ് ജോർജ് പറഞ്ഞതനുസരിച്ച് LDF ആശയപരമായിട്ടുള്ള ഒരു മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു. ചില കാര്യങ്ങൾ LDF ചെയ്യുന്ന, ഈ സർക്കാർ ചെയ്യുന്നത് ശരിയല്ല, CPM ചെയ്യുന്നത് ശരിയല്ല എന്നത് പരോക്ഷമായിട്ടല്ല, ഇപ്പോൾ ഇത് പ്രത്യക്ഷമായി തന്നെ വർഗീസ് ജോർജ് ഉന്നയിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ ഒരു കാരണത്തിന് പുറത്തിറങ്ങി പോരാൻ പറ്റുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഒരു കാരണമില്ല എന്നുള്ളതൊന്ന്. പിന്നെ മറ്റൊന്ന്, ഇനി തൊട്ടു മുന്നിൽ ആകെ അവശേഷിക്കുന്ന 90 ദിവസത്തിൽ താഴെയാണ്. ഇതിനിടയിൽ ഒരു മുന്നണി മാറ്റം എന്ന് പറഞ്ഞാൽ നിലവിൽ UDF അസംതൃപ്തി ഉണ്ടാക്കിയില്ലേ എന്നുള്ള ചോദ്യവും ബാക്കിയില്ലേ? എങ്ങനെയാണ് സമവാക്യങ്ങൾ മാറുമോ? സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. ഞാനൊരു പത്രസമ്മേളനം ഓർക്കായിരുന്നു. ഈ കേരള കോൺഗ്രസ് എമ്മിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ബെന്നി ബെഹനാൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം റോഷിയാസ് എന്ന് പറയുന്ന ഒരു പത്രക്കാരെ കാണുന്നത് വളരെ കരഞ്ഞ പോലെയുള്ളൊരു പത്രസമ്മേളനമായിരുന്നു. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളെ പുറത്താക്കിയത് എന്നുള്ളൊരു നിലയിലായിരുന്നു അത്. പക്ഷെ അവിടുന്ന് ഒരു മാറ്റം ഉണ്ടായത് എങ്ങനെയായിരുന്നു അറിയാം? അവിടുന്ന് ഒരു മാറ്റം ഉണ്ടായത് 10 സീറ്റിൽ മത്സരിച്ചവർ ജോസഫും മാണിയും കൂടെ ഒന്നിച്ച് മത്സരിച്ച 10 സീറ്റ് മത്സരിച്ചിട്ടുണ്ടെന്ന് മാണിക്ക് മാത്രം 13 സീറ്റ് കൊടുത്തു LDF. അതിൽ ഒരെണ്ണം അവർ ഒഴിവാക്കി 12 സീറ്റിൽ മത്സരിച്ചു. ജോസഫിന് 10 സീറ്റും കിട്ടി. അപ്പോൾ കേരള കോൺഗ്രസ് ശരിക്കും 23 സീറ്റിൽ മത്സരിക്കേണ്ടായിരുന്നു, 22 സീറ്റിൽ മത്സരിച്ചു. 2 ജോസഫും മാണിയും കൂടെ മത്സരിച്ചു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നു അറിയോ? ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം ജോസഫ് മറ്റുള്ള പാർട്ടികൾ പോലെയല്ല. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അധികാരമില്ലാതെ നിൽക്കാൻ കഴിയില്ലായിരുന്നു. അന്ന് ജോസഫിൻ്റെ കൂടെ മാണിയും ജോസഫ് ഒന്നിച്ച് നിന്നാണ്ട് ഈ പരാജയം വാങ്ങിയിരുന്നത് എന്ത് സംഭവിച്ചേനെ? അതിൻ്റെ അത് ഏതെങ്കിലും ഒരു പാർട്ടി LDF ഭാഗം ആയേനെ. ഇതിന് ഇത്രയും സമയം വേണ്ടി വരില്ലായിരുന്നു. ഒന്നിന് ജോസഫ് പോയേനെ, മാണി പോകാൻ സാധ്യതയായിരുന്നു, പക്ഷേ ജോസഫ് അങ്ങോട്ട് പോയേനെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് ജോസ് കെ മാണി പാലയിൽ തോറ്റപ്പോൾ ഏത് രാജ്യസഭാ സീറ്റാണ് കൊടുത്തതെന്നറിയോ? CPM രാജ്യസഭാ സീറ്റ് എടുത്ത് കൊടുത്തു. 2 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം CPI ആയിരുന്നു, ഒരെണ്ണം സീറ്റ് CPM ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളടക്കം ചർച്ച ചെയ്തത് CPM സീറ്റ് CPM കൈവശം വെക്കുകയും CPIക്കും കേരള കോൺഗ്രസ് എമ്മിനും 2.5 വർഷം വീതിക്കാം എന്നുള്ള സംവിധാനം ഉണ്ടാക്കും എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എന്താ സംഭവിച്ചത്? അവരുടെ മെയിൻ ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് CPM തന്നെ അവരുടെ സ്വന്തം സീറ്റ് എടുത്ത് ജോസ് കെ മാണിക്ക് കൊടുത്തു. ജോസ് കെ മാണി ഇന്ന് മറ്റുള്ള മുന്നിൽ തലയുയർത്തി നിന്ന് എന്തുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ കേരള കോൺഗ്രസ് CPM കേരള കോൺഗ്രസ് എമ്മിന് കൊടുത്ത രാജ്യസഭാ സീറ്റ് കൊണ്ടാണ്. അപ്പം അതുമാത്രമല്ല, ജോസ് കെ മാണി ഈ പാലയിൽ ജയിച്ചിരുന്നെങ്കിൽ ജോസ് കെ മാണി തന്നെയായിരുന്നു മന്ത്രി. അതുമാത്രമല്ല, റോഷിയാസിന് ജയിച്ചിരുന്നെങ്കിൽ റോഷിയാസിന് മന്ത്രിയായേനെ. പക്ഷേ എന്ത് സംഭവിച്ചു? ഒരാൾ മാത്രം 5 സീറ്റിൽ മത്സരിച്ചത് കൊണ്ടാണ് ഒരു സീറ്റ്. 5 സീറ്റിൽ അധികം മത്സരിച്ചവർക്കെല്ലാം 2 മന്ത്രിമാരെ കൊടുത്തിരുന്നു ഈ LDF സർക്കാർ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ കേരള കോൺഗ്രസ്സിന് കൊടുക്കാവുന്നത് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, കേരള കോൺഗ്രസ് പറഞ്ഞ ഏത് കാര്യമാണ് ഞാൻ പറയുന്നത്? മലയോര ജനങ്ങളുടെ വന്യമൃഗ ശല്യമാണ്, ബില്ല് പാസ്സാക്കണം എന്ന് പറഞ്ഞു. ബില്ല് പാസ്സാക്കിയില്ലേ? പട്ടയം കൊടുക്കുന്ന ബില്ല് പാസ്സാക്കണം എന്ന് പറഞ്ഞു, അത് പാസ്സാക്കി. അപ്പോൾ കേരള കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങളല്ല. പിന്നെ ഞാൻ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു കേരള കോൺഗ്രസിനെ പരിഗണിച്ച ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് LDF സർക്കാരിൻ്റെ ഗവൺമെൻറ്റാണ്. UDF സർക്കാർ അങ്ങനെ പരിഗണനയൊന്നും കിട്ടാറില്ല. കാരണം 500 ഘടകകക്ഷിയായിരിക്കും. പിന്നെ ലീഗ് ഉണ്ടാവും, കേരള M ഉണ്ടാവും, ജോസഫ് ഉണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് RJD ഉണ്ടാവും, കുറേ പാർട്ടികളുണ്ടാവും. ഞാനിപ്പോൾ നോക്കുമായിരുന്നു, 9 ഘടകകക്ഷിയുണ്ട്. ഈ 9 ഘടകകക്ഷികളുടെ എല്ലാവരുടെയും എടുത്ത് വെച്ചിട്ട് വളരെ മൈന്യൂട്ട്. അതിനിടയ്ക്ക് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വേറെ ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ജോസ് കെ മാണിക്ക് പിണറായി വിജയൻ തന്നെ നേരിട്ട് ഒരു പരിഗണന കൊടുത്തു പോന്നിട്ടുണ്ടായിരുന്നു. എല്ലാ സംവിധാനങ്ങളെയും മുന്നിൽ നിർത്തുക, കൈകാര്യം ചെയ്യുക എന്നുള്ളതൊക്കെ വെച്ചിട്ട് കൊടുത്തു പോകുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാണ് കൊടുത്തു പോകുന്നത്? പിണറായി വിജയൻ ആവശ്യമായി ജോസ് കെ മാണിനെ പോയി പിടിച്ചുകൊണ്ട് വന്നല്ല കേട്ടോ. UDF പുറത്താക്കിയ ജോസ് കെ മാണിക്ക് സത്യം പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ അഭയം കൊടുത്തു വേണമെങ്കിൽ പറയാം. അത് ഇവർക്ക് കൂടെ ഗുണമായി എന്നുള്ളത്. രാഷ്ട്രീയ അഭയം കൊടുത്ത പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേരള കോൺഗ്രസ് M മറക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ചർച്ചയ്ക്ക് ഈ മുന്നണി മാറ്റം നടക്കുമോ നടക്കില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷേ ഈ ചർച്ച നടക്കാനുള്ള ഒരു കാരണം അതാണ്. ഞാൻ പറയുന്നത് അന്നത്തെ ഒരു ബൈറ്റ് ഈ റോഷി അഗസ്റ്റിൻ്റെ ഒരു ബൈറ്റ് എടുത്ത് ഇപ്പോൾ വെറുതെ ഒന്ന് കണ്ടാൽ മതി, അത് മനസ്സിലാവും അന്നത്തെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അതെന്താ അറിയാൻ കാരണം എന്നറിയോ? ഈ KM മാണി മരിച്ചതോട് കൂടിയിട്ട് കേരള കോൺഗ്രസിലെ നയിക്കാൻ വേണ്ടിയിട്ട് ജോസ് കെ മാണിക്ക് അതിന് ചെയർമാൻ ആവാനുള്ള ഒരു കപ്പാസിറ്റിയും ജോസ് കെ മാണിക്ക് ഇല്ല എന്ന് പറഞ്ഞ് പരത്തി നിൽക്കുന്ന സമയത്താണ് ഇവരെ പുറത്താക്കുന്നത്. കാരണം അവരെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന സ്ഥലത്തു നിന്നാണ് അവരെ പുറത്താക്കുന്നത്. കൂടെ അത് സ്നേഹിച്ചു കൊടുക്കണം. കുഞ്ഞുമാണി കുഞ്ഞാപ്പ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത്, അങ്ങനെ നിന്ന KM മാണി മരിച്ച സമയത്ത് കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കി എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ ഇപ്പോഴും കേരള കോൺഗ്രസ് എമ്മിന് ബാധ്യതയുണ്ടെങ്കിൽ ഒരേ ഇലക്ഷനിൽ തോറ്റാലും
ജയിച്ചാലും ഞങ്ങളൊരു രാഷ്ട്രീയ നിലപാടെടുത്ത് രാഷ്ട്രീയ നിലപാടാണ് എന്ന് പറഞ്ഞ് നിൽക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം പിന്നെ RJDൻ്റെ കാര്യം. മലബാറിൽ RJDനെ കൊണ്ട് LDF ഒരു ഗുണമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവിടെ എന്താണ് മാതൃഭൂമി പത്രം കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടിയാൽ കിട്ടി എന്നുള്ളതിനേക്കാൾ അപ്പുറം വേറെ ഒരു ഗുണവും ആ സംവിധാനത്തിൻ്റെ ഭാഗമായി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, ആ സീറ്റ് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് കൽപ്പറ്റ സീറ്റാണെങ്കിലും പിന്നെ വടകര സീറ്റാണെങ്കിലും പിന്നെ അതുപോലെ കൂത്തുപറമ്പ് സീറ്റാണെങ്കിലും ഈ കൂത്തുപറമ്പ് സീറ്റ് ഈ 3 സീറ്റിൻ്റെ അകത്തും ഇടതുപക്ഷത്തിന് നല്ല കാൻഡിഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ജയിച്ച് കയറാവുന്ന കാര്യമുള്ളൂ. അവിടെ വലിയ മാറ്റം ഉണ്ടാകും. അവിടെയും ആ രീതിയിലൊരു പെർസെപ്ഷൻ ഉണ്ടാവും പോലും. അതുകൊണ്ടാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിനൊക്കെ ഇങ്ങനെ പൊക്കി പിടിക്കാൻ ഇറങ്ങുന്നത്. കാരണം എന്താണ്, അവിടുത്തെ വോട്ട് ഷെയർ 3 വളരെ മൈന്യൂട്ടാണ്. കാരണം അവിടെ ഈ ജമാഅത്ത് ഇസ്ലാമിൻ്റെ വോട്ട് എന്ന് പറഞ്ഞാൽ 5000 താഴെയോ അല്ലെങ്കിൽ 4000 താഴെ വോട്ട് മാത്രമാണ് ഈ പറയുന്ന 3 മണ്ഡലങ്ങളുള്ളത്. ആ 3 മണ്ഡലത്തിനും 4000 താഴെ വോട്ടിനെ ഭയപ്പെടുന്ന ഒരു പാർട്ടിയായിട്ട് RJD മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ പിന്നെ RJD പോയി എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചിലപ്പം ഒറ്റ കാര്യമുള്ളൂ. ഇപ്പം ശ്രേയംസ് കുമാറിന് ഒരു രാജ്യസഭ, കാരണം കൽപ്പറ്റ മണ്ഡലത്തിൽ ജയിച്ച് കയറാൻ കഴിയില്ല എന്നറിയാം. അപ്പോൾ എന്താണ്, ഈ ശ്രേയംസ് കുമാറിന് ഒരു രാജ്യസഭാ സീറ്റ് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഓക്കെ ആവും, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. KP മോഹൻ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സീറ്റ് കൊടുക്കാം എന്ന് തീരുമാനിച്ചാൽ അതും ഓക്കെയാണ്. കാരണം അവിടെ ഇപ്പം KP മോഹനെ തന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ജയിച്ച് കയറാം എന്നൊരു ട്രെൻഡ് ഉണ്ടെങ്കിൽ ജയിച്ച് കയറാമെന്ന് RJDക്ക് അറിയാവുന്നതുകൊണ്ട് അതും. അപ്പോൾ ഈ ഒരു രാജ്യസഭാ സീറ്റിൻ്റെ വ്യത്യാസം മാത്രം കോൺഗ്രസ് ഓഫർ ചെയ്താൽ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. കാരണം അവിടെ വേറൊരു നേതാക്കന്മാർ വന്ന് മത്സരിക്കും. ഇപ്പം ചന്ദ്രനാണ് പിന്നെ ഇവിടെ പിന്നെ വടകര മത്സരിക്കാനുള്ളത്. അവർ എത്രയോ പ്രാവശ്യങ്ങൾ മത്സരിക്കുന്നുണ്ട്. ആ സൈറ്റും അങ്ങനെ വലിയ മാറ്റം ഉണ്ടാവാൻ പോകുന്നെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം RJDയെ സംബന്ധിച്ചിടത്തോളം വലിയ LDF വലിയ മാറ്റം ഉണ്ടാകും, അത് ഒന്നോ പോയോ എന്നുള്ളതിനേക്കാൾ അപ്പുറം. പക്ഷേ അങ്ങനെ അവരും ഒരു ഡിസിഷൻ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താണ്, അവർക്കും ജയിച്ച് കയറാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൽപ്പറ്റ വിട്ടുകൊടുക്കണം, സിദ്ദിഖിനെ മാറ്റിയിട്ട് വേണ്ട കൽപ്പറ്റ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട്. അതത്ര എളുപ്പമാവുമോ? അപ്പോൾ അതും അത്ര എളുപ്പമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഈ കേരള കോൺഗ്രസിൻ്റെ കുത്തക സീറ്റിലാണ് ആര് ജയിച്ച് കയറിയിട്ടുള്ളത്? ജോസ് കെ മാണി ജയിച്ച് കയറിയിട്ടുള്ളത്. ആ സീറ്റിൽ ഇപ്പോൾ തന്നെ കോൺഗ്രസ് കഴിഞ്ഞ വർഷം മത്സരിച്ച് സ്ഥാനാർത്ഥികളെല്ലാം ഇലക്ഷൻ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. ആ സീറ്റ് പിടിച്ചെടുത്തിട്ട് വേണം ആർക്ക് കൊടുക്കാൻ? ജോസ് കെ മാണിക്ക് കൊടുക്കാൻ. അത്ര നമ്മൾ ചർച്ച നടത്തുന്നുണ്ടെങ്കിലും അത്ര ഈസിയായ ഒരു കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ഷനിൽ ജോസ് കെ മാണിനെയാണെങ്കിൽ RJDയെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ജോസ് കെ മാണിനെ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അത് അത്ര ഈസിയാക്കാൻ. അത് മാത്രമല്ല, ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ സഭ പറഞ്ഞതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് പോകാൻ പറയില്ല. സഭ പറഞ്ഞതായിരുന്നല്ലോ ജോസ് കെ മാണിനെ UDFൻ്റെ കൂടെ നിർത്താൻ, പുറത്താക്കരുത് ഈ സഭ പറഞ്ഞതാ. UDF കേട്ടായിരുന്നോ? എടുത്ത് വെള്ളം കളഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ സഭ പറഞ്ഞുകൊണ്ട് എടുത്ത് ഉള്ളിൽ വെക്കാം എന്നുള്ള നിലയിലൊന്നും അല്ല സംവിധാനം. ഇനിയിപ്പോൾ എത്ര കക്ഷി, ഇനിയിപ്പോൾ ഒരു 75 സീറ്റിലാണ് ജയിച്ച് കയറുക, 75 76 സീറ്റ് ജയിച്ച് കയറുകയാണെങ്കിൽ ഉണ്ടല്ലോ, കേരള കോൺഗ്രസ് M ഉണ്ടെങ്കിൽ M-ന് പിന്നെ മന്ത്രി, ജോസഫ് ഉണ്ടെങ്കിൽ ജോസഫിന് മന്ത്രി, RJDക്ക് മന്ത്രി, പിന്നെ എന്താണ് 5 മന്ത്രിമാർ ഓൾറെഡി ലീഗിനുണ്ടല്ലോ, ലീഗിന് മന്ത്രി. അപ്പോൾ ഈ മന്ത്രികൾ പറഞ്ഞാൽ വളരെ കുറഞ്ഞ മന്ത്രിസ്ഥാനം ആർക്കുണ്ടാവുള്ളൂ? കോൺഗ്രസ്സിനുണ്ടാവുള്ളൂ. അതിനൊരു 500 നേതാക്കന്മാരുണ്ടാവും. അത് ഈ പാർട്ടികൾ, ഈ ഘടകകക്ഷികളെല്ലാം നല്ല രീതിയിൽ ആലോചിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ സ്വന്തമായൊരു വ്യക്തിത്വം നിലനിർത്തി ഒരു പാർട്ടിയായി മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ RJDക്കാണെങ്കിലും ഈ പറഞ്ഞ കേരള കോൺഗ്രസ് M-നാണെങ്കിലും LDF ആയിരിക്കും നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.